Good afternoon. Good afternoon, Miss. Good afternoon. Okay, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂവർ ആയിരുന്നു അല്ലേ? Okay, the environment there. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കാ ഞാൻ ക്ലാസ്സിൽ എടുത്തത്. നോട്ടൊന്നും എടുക്കട്ടെ. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് വരെയാണ് എടുത്തത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇന്റർവ്യൂവിംഗ് അറേഞ്ച്മെന്റ്സ്. നമുക്കറിയാം ഇതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു വീട്ടിൽ ഇപ്പൊ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിനെ പറ്റിയ അറേഞ്ച്മെന്റ്സ് ചെയ്യും അല്ലെ? ഇപ്പൊ കല്യാണമാണെങ്കിലൊക്കെ എന്താണ് സ്റ്റേജ് അല്ലെ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം, അതുപോലെ സദ്യക്ക് ആളുകളെ അല്ലെ ഇതൊക്കെ ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്റർവ്യൂ നടത്തുമ്പോഴും അതിന് കുറച്ച് അറേഞ്ച്മെന്റ്സുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു 7 points ഉണ്ട് നമുക്ക് നോക്കാനായിട്ട് കേട്ടോ. സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്റർവ്യൂവിംഗ് അറേഞ്ച്മെന്റ്സ്. The type of interview being conducted largely influence the interviewing arrangements. നമ്മളൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ കുറെ അറേഞ്ച്മെന്റ്സുകൾ അതിന് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി the procedure of interviewing may involve conducting individual interview, an interviewing panel, a selection board or some form of assessment center. ഇനി എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്? ചിലപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസ് ആയിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ പാനൽസിനെ വെച്ചിട്ട് അല്ലെ, ഒരു ഇന്റർവ്യൂവിംഗ് പാനൽസിനെ വെച്ചിട്ട് അവരും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫോം ഓഫ് അസസ്മെന്റ് സെന്റേഴ്സ് വഴി നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലാണ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന്റെ അറേഞ്ച്മെന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ നടത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് അങ്ങനെ പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തുമ്പോൾ പലതരത്തിലുള്ള അറേഞ്ച്മെന്റ്സുകളും അതിന് വേണ്ടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. However, the interview arrangements should conform broadly to the following mentioned pattern. നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിന് കുറച്ച് അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി എന്തൊക്കെയാണ് അറേഞ്ച്മെന്റ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. Information regarding the place and time of the interview and the person to contact should be provided to the candidate who have applied the writing or over phone. ഇനി നമ്മള് ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ ആ കാൻഡിഡേറ്റിനെ വിളിച്ചറിയിക്കും അല്ലെ, ഇന്ന ടൈമിലാണ് അല്ലെ, പ്ലേസ് എവിടെയാണ്, ഇന്ന ഓഫീസിൽ വരണം. സ്കൂളിലൊക്കെ ഇന്റർവ്യൂ ആണെങ്കിൽ എന്താണ് ഓഫീസിൽ വരണം, 10 മണിക്കാണ് ഇന്റർവ്യൂ, 10 മണിക്ക് തന്നെ എത്തിച്ചേരണം എന്ന് പറയാറുണ്ട് അല്ലെ. എങ്ങനെയാണ് അവർ നമ്മളെ അറിയിക്കാറ്?
ഫോണിലൂടെയാണ് അല്ലെ, ഫോൺ വിളിച്ചിട്ടാണ് നമ്മളെ അറിയിക്കുന്നത്. ഓക്കെ, the time of the interview should be scheduled while keeping in the mind the distance between the candidate residence to the place of the interview. ഇനി കാൻഡിഡേറ്റിന്റെ ചിലപ്പോ വീടൊക്കെ എന്താണ് വളരെ ദൂരത്തൊക്കെ ആയിരിക്കും അല്ലെ, ആ ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ഇനി എന്താ പറഞ്ഞത്, timing should be adjusted according to the working hours of the candidate that are currently placed in some company. ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വരാനായിട്ട് എന്താണ് ആ ഷെഡ്യൂൾ, ആ കമ്പനിയുടെ വർക്കിംഗ് ടൈം ഒക്കെ നോക്കിയിട്ട് വേണം ഒന്ന് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. If the location of the company is difficult to find, a map commensurate by public transportation details should be provided to the candidate. ഇനി കാൻഡിഡേറ്റിന് എത്തിച്ചേരാൻ പറ്റില്ല അല്ലെങ്കിൽ വളരെ എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഇങ്ങനെ ഇന്റർവ്യൂ നടക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഈ കാൻഡിഡേറ്റിന് വേണ്ടതായിട്ടുള്ള മാപ്പുകൾ അല്ലെ, ലൊക്കേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ആ കാൻഡിഡേറ്റിന്റെ ഫോണിലേക്കോ ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ ആ ലൊക്കേഷൻ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കാൻഡിഡേറ്റിന് നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി ഇറ്റ് ഈസ് ഓൾവേസ് a good idea to let the receptionist and the security guard knowing who is coming. ഇനി സെക്യൂരിറ്റി ഗാർഡിനോ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിനോ അറിയണോ അല്ലെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, എവിടെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് എന്ന് അവർക്ക് അറിയുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോ പെട്ടെന്ന് കാൻഡിഡേറ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് സ്ഥലങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇന്ന വഴി കൂടി പോയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആണ് സ്ഥലം എന്നൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താണ്, റിസപ്ഷനിസ്റ്റിനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിനോ ഇന്റർവ്യൂ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേസും എല്ലാ കാര്യങ്ങളും അവർക്കും അറിഞ്ഞിരിക്കണം. ഇനി എന്താണ്, it will put a good impression on the candidate. ഇങ്ങനെ ഇവർക്ക് അറിയുന്നെങ്കിൽ റിസപ്ഷനിസ്റ്റിനോ സെക്യൂരിറ്റി ഗാർഡിനോ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അറിയുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റുകളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ്, ആ കാൻഡിഡേറ്റിന് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു ഗുഡ് ഇംപ്രഷൻ കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് വണ്ണിൽ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് വണ്ണിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇന്റർവ്യൂ നടക്കുന്ന പ്ലേസ്, ടൈം എപ്പോഴാണെന്ന് കാൻഡിഡേറ്റിനെ വിളിച്ച് ഫോണിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഇപ്പോ ഡിസ്റ്റൻസ്, കാൻഡിഡേറ്റിന്റെ ഡിസ്റ്റൻസ് നോക്കാം. ആ ഡിസ്റ്റൻസുമായിട്ട് നോക്കിയിട്ട് വേണം ഈ ഷെഡ്യൂളിംഗ് ടൈം, ഇന്റർവ്യൂവിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അനന്തര കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ വർക്കിംഗ് ടൈമും കൂടി നോക്കിയിട്ട് വേണം ടൈം ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പോ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഡിഫിക്കൽട്ടി ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഈ മാപ്പ് ഈ ലൊക്കേഷൻ എന്ത് ചെയ്യാം അയച്ചു കൊടുക്കുക ഫോണിലേക്ക്. അങ്ങനെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അവിടെ എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എവിടെയാണെന്നുള്ളത് നമ്മുടെ കമ്പനിയിലെ റിസപ്ഷനിസ്റ്റിനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിനോ അറിയണം. അങ്ങനെ അറിയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം അല്ലെ, കാൻഡിഡേറ്റ്സിനൊക്കെ വല്ല സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇവർക്ക് അറിയുകയാണെങ്കിൽ അതും എന്താണ് കാൻഡിഡേറ്റിന് നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഗുഡ് ഇംപ്രഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. അവർക്കും ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, applicants should be given a quiet and a comfortable room to wait. The room should have various reading materials available for them. എന്താണ്, അപ്ലിക്കൻസിന് നല്ല രീതിയിൽ അല്ലെ, കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ നേരത്തേക്ക് വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കൊരു ക്വയറ്റും ക്വയറ്റ് അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം.
ഓക്കെ, അവർക്ക് വന്നിരുന്ന് വിശ്രമിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂമിൽ ഇരിക്കുമ്പോൾ എന്താണ് ഒരു കുറെ നേരം ഇരിക്കുകയാണെങ്കിൽ ഒരു മുഷിപ്പ് സംഭവിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് വായിക്കാനായിട്ട് അല്ലെങ്കിൽ ടിവിയോ അങ്ങനെയുള്ള റീഡിംഗ് മെറ്റീരിയൽസ് വെക്കാം. അവർക്കൊപ്പം എന്താണ് ഇങ്ങനെയുള്ള എന്താണ് മാഗസീൻസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് വായിക്കുക. അതുപോലെ തന്നെ സമയമൊക്കെ പോവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലിക്കൻസിൽ എന്ത് ചെയ്യണം, എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് റൂം പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ റീഡിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്താണ്, deep and thorough information related to the program should be provided to the interviewers and interviewing panel. ഇനി ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, ഇന്റർവ്യൂവർ ആവാം അല്ലെങ്കിൽ ആരാണ് ഇന്റർവ്യൂവിംഗ് പാനൽ അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇന്റർവ്യൂവിനെ പറ്റിയുള്ള ഇന്റർവ്യൂ പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർക്ക് അറിയണം. ഏതൊക്കെ ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം, എങ്ങനെയുള്ള ഇന്റർവ്യൂ നടത്തണം, അതുപോലുള്ള ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് കാൻഡിഡേറ്റിനെ കുറിച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആർക്കറിയണം, ഇന്റർവ്യൂവേഴ്സിനായാലും അതുപോലെ തന്നെ ഇന്റർവ്യൂവിംഗ് പാനൽസിന് അറിഞ്ഞിരിക്കണം. In order to welcome an escort candidate to interview room should be booked and arrangement should be made their meals and conduct a tour round a company if possible. ഇനി അവർക്ക് നമുക്കറിയാം ചിലപ്പോൾ ദൂരെ നിന്ന് വരുന്ന കാൻഡിഡേറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് ചിലപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഫുഡിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവര് നടത്താം. ചായ വെള്ളം അങ്ങനെ വല്ലതും ഈ കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാം, ഈ കമ്പനീസ് പ്രൊവൈഡ് ചെയ്തതായിരിക്കും. ഓക്കെ, ഇപ്പോ തേർഡ് പോയിന്റും സെക്കൻഡ് പോയിന്റും ഒക്കെയാണോ? സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റിംഗ് റൂം ആർക്ക് കൊടുക്കണം, കാൻഡിഡേറ്റിന് കൊടുക്കാം. അതുപോലെ തന്നെ റീഡിംഗ് മെറ്റീരിയൽസ്, അവര് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു മുഷിപ്പ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഷിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, റീഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കണം. ഈ തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്, ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളാണ് അല്ലെ, ഇന്റർവ്യൂവേഴ്സ് ആവാം, അതുപോലെ ഇന്റർവ്യൂവിംഗ് പാനൽസ് ആവാം. അവർക്ക് ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വരുമ്പോൾ നല്ല രീതിയിൽ ഉള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കാം. ഇപ്പോ ഫുഡൊന്നും കഴിക്കാതെ വരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് മീൽസ് അല്ലെ, ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫോർത്ത് വൺ ആണ് the room with the lesser or little restrictions should be arranged for a interview. ഇപ്പോ നമ്മള് ഒരു റൂമിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല അല്ലെ, ഡിസ്റ്റർബൻസ് ഇല്ല. ഇനി കുറെ അധികം ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ക്ലാസ് കേൾക്കുമ്പോൾ അവിടെ വീട്ടിലുള്ള ആരെങ്കിലും സംസാരിക്കുമ്പോൾ എന്താണ്, ഡിസ്റ്റർബൻസ് ആവും അല്ലെ, നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇന്റർവ്യൂവില് പാടില്ല. മനസ്സിലായോ? ഇനി എന്താണ്, ദ സൈക്കോളജിക്കൽ ബാരിയർ ബിറ്റ്വീൻ ദ ഇന്റർവ്യൂവർ ആൻഡ് ദ കാൻഡിഡേറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ സിറ്റുവേഷൻ where the interviewer select the seat behind the desk during the interview. Okay, ഒരു ബാരിയർ ഉണ്ടാവും, ഒരു തടസ്സം ഉണ്ടാവും അല്ലെ, ഇന്റർവ്യൂവിംഗ് തമ്മിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്ത് തടസ്സമാണ് ഉണ്ടാവുന്നത്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഓർത്ത് നോക്കി, അവര് തമ്മിൽ ഒരു തടസ്സം ഉണ്ടാവും. എന്തായിരിക്കും? എന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ എന്താ ബാരിയർ എന്നുള്ളത്? ഇല്ല. ഓക്കെ, എന്താണ് ഇന്റർവ്യൂവറും തമ്മിൽ ഒരു തടസ്സം ഉണ്ടാവുന്നതാണ് പറയുന്നത്. എന്തായിരിക്കും? ഇപ്പോ ഫർണിച്ചർ അല്ലെ, ഡെസ്ക് അതുപോലെ മേശ ടേബിൾ ഒക്കെ കൊണ്ടായിരിക്കും അവർ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, അവരുടെ ഇടയിൽ ഒരു തടസ്സമാണ് എന്ത്, ടേബിൾ എന്ന് പറയുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൈക്കോളജിക്കൽ ബാരിയർ ബിറ്റ്വീൻ ഇന്റർവ്യൂവർ ആൻഡ് ദ കാൻഡിഡേറ്റ് ഈസ് ക്രിയേറ്റ് ദ സിറ്റുവേഷൻ ഫോർ ദ ഇന്റർവ്യൂവർ സെലക്ട് ദ സീറ്റ് behind the desk during the interview.
കിട്ടിയോ? മനസ്സിലായോ അത്? അപ്പോ നാലാമത്തെ പോയിന്റിൽ പറഞ്ഞത് the room with the lesser or little distractions should be arranged for the interview. ഓക്കെ, നല്ല രീതിയിലുള്ള എന്താണ് എന്താ നല്ല രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ നടക്കണമെങ്കിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട് അല്ലെ, ഇന്റർവ്യൂവറും തമ്മിലൊരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്. ആ ബാരിയറെ അവിടെ ഉദ്ദേശിക്കുന്നത് ഫർണിച്ചേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടേബിള് അതുപോലെ ചെയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് അവര് തമ്മിലുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബാരിയർ ആണ്, തടസ്സമുണ്ട് അവര് തമ്മില്. ഇനി ഫിഫ്ത് പോയിന്റ് എന്താണ്? നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനി ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ employment should be shared the candidate during the interview or interviews. എന്താണ്? Too much the information regarding the company and the condition of the employment should be shared with the candidate during the interview and interviews or interviews. ഇനി നമ്മൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ കമ്പനിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാൻഡിഡേറ്റിനോട് പറയാൻ പാടില്ല അല്ലെ. ഓക്കെ, കാൻഡിഡേറ്റിനോട് എല്ലാ ഡീറ്റെയിൽസും കമ്പനിയുടെ മൊത്തത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇന്റർവ്യൂ ടൈമിൽ കാൻഡിഡേറ്റിനോട് പറയാനായിട്ട് പാടില്ല. ആഫ്റ്റർ എ പ്രൊഫഷണൽ ഓഫർ ഹാസ് ബീൻ മെയ്ഡ്, പ്രൊഫഷണൽ ഓഫർ കൊടുത്തതിന് ശേഷം നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗോഷിയേഷൻ മീൻസ് എന്താണ്? ചർച്ച അല്ലെ, ചർച്ച. നെഗോഷിയേഷൻ മീൻസ് ചർച്ച അല്ലെങ്കിൽ കരാർ എന്ന് പറയാം കേട്ടോ. ചർച്ച അല്ലെങ്കിൽ കരാറ്. ഓവർ പേ ആൻഡ് ദ അതർ ബെനിഫിറ്റ് വിൽ ടേക്ക് പ്ലേസ്. ഇനി നമ്മൾ ഇന്റർവ്യൂ നടത്തി അതിനകത്ത് ആളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോ അതാണ് പറയുന്നത് ആഫ്റ്റർ എ പ്രൊഫഷണൽ ഓഫർ, അത് പ്രൊഫഷണൽ ഓഫർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? അതർ ബെനിഫിറ്റ്, നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് വരുന്നതെന്ന് നമുക്ക് ഇന്റർവ്യൂവിനോട് പറയാനായിട്ട് പറ്റും. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിനോട് അതർ ബെനിഫിറ്റ് എന്താണ്? സാലറിയുമായിട്ട് ബന്ധപ്പെട്ടത്, DA, അങ്ങനെയുള്ള ബോണസ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കാൻഡിഡേറ്റിന് കൊടുക്കുന്നതാണ്. പ്രിപ്പയറിംഗ് ഗ്രൗണ്ട് വർക്ക് for negotiation and the benefit during the interviewing process is always advisable. എന്താണ്? അപ്പോ നമ്മൾ പറഞ്ഞത് ഈ ഓക്കെ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഫിഫ്ത് വണ്ണിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് പ്രിപ്പയറിംഗ് ദ ഗ്രൗണ്ട് ഫോർ നെഗോഷിയേഷൻ ആൻഡ് ദ ബെനിഫിറ്റ്സ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂവിംഗ് പ്രോസസ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ. നമ്മൾ ഈ പറയുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇന്റർവ്യൂവിനോട് പറയാനായിട്ട് പാടില്ല, കാൻഡിഡേറ്റ്സിനോട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഓഫർ കൊടുത്ത ശേഷം മാത്രമേ അതർ ബെനിഫിറ്റുകൾ പറയാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സിക്സ്ത് വൺ ആണ്. ഇന്റർവ്യൂ കൺക്ലൂഡ്, ഇന്റർവ്യൂ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്യുന്ന സമയത്ത്, കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ അപ്ലിക്കന്റ്. കാൻഡിഡേറ്റ്സിനോട് എന്ത് പറയണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാൻഡിഡേറ്റിനോട് പറയേണ്ടതാണ്. എങ്ങനെയാണ്? ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇനി അതർ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാൻഡിഡേറ്റിനെ അറിയിക്കണം. They might be asked if they have any objections and problems with any of the steps that have been taken until this stage. ഇനി എന്താണ്? അതോടൊപ്പം തന്നെ ആ സ്റ്റേജ് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്ന ആ സമയങ്ങളിൽ എന്തെങ്കിലും ഒബ്ജക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അവരോട് സംസാരിച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒബ്ജക്ഷനോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവരെ എന്ത് ചെയ്യണം? അറിയിക്കണം.
ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്താണ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അറേഞ്ച്മെന്റ്സ് എന്താണെന്ന് നോക്കാം. ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ ആന്റിസിപ്പേറ്റഡ് പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ബൈ എ ഫോളോ അപ്പ് സ്റ്റഡി. എന്താണ് ഒരു കാൻഡിഡേറ്റിന്റെ ആക്ച്വൽ പെർഫോമൻസ് അല്ലെ, ഇപ്പോഴുള്ള പെർഫോമൻസ്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആന്റിസിപ്പേറ്റഡ് പെർഫോമൻസ് എന്തായിരിക്കും, ആന്റിസിപ്പേറ്റഡ് എന്താ മീനിങ് വരുന്നത്, എന്താണ് പ്രതീക്ഷിക്കാവുന്ന. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് മീൻസ് പ്രതീക്ഷിക്കാവുന്ന. അപ്പോ ഒരു കാൻഡിഡേറ്റിൽ നിന്ന് അവന്റെ ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് പെർഫോമൻസും ഫോളോ അപ്പ് സ്റ്റഡിയിലൂടെ തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. This study will enable the organization to validate their selection process and to examine their interviewer skill. അതിലൂടെ തന്നെ ഈ ഫോളോ അപ്പ് സ്റ്റഡിയിലൂടെ ഓർഗനൈസേഷന് കാൻഡിഡേറ്റിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് സ്കില്ല്, അവരുടെ സ്കില്ല് അറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അറേഞ്ച്മെന്റ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, 7 സ്റ്റേജസ് അല്ലെങ്കിൽ ആ 7 പോയിന്റ്സ് ഒക്കെയാണോ നിങ്ങൾക്ക്? ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, അറിയിക്കാം അല്ലെ, ഫോണിലൂടെ എപ്പോഴാണ് സ്ഥലം, എവിടെയാണ് നടക്കുന്നത്, എന്നാണ്, ഏത് ദിവസമാണ്, ഏത് ടൈമിനാണ് എന്നുള്ളത് ഫോണിൽ വിളിച്ച് അറിയിക്കാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ എന്താ ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം ടൈം ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. അതുപോലെ അനദർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ വർക്കിംഗ് ഷെഡ്യൂൾ, വർക്കിംഗ് ടൈം കൂടി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാപ്പ് അവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ കമ്പനിയിൽ എവിടെയാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത് അത് ആർക്കറിഞ്ഞിരിക്കണം, സെക്യൂരിറ്റി ഗാർഡിനും റിസപ്ഷനിസ്റ്റിനും അറിഞ്ഞിരിക്കണം. അത് ആ ഒരു ഗുഡ് ഇംപ്രഷൻ കമ്പനിയെ കുറിച്ച് കാൻഡിഡേറ്റ്സിന് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൂം, വെയിറ്റിംഗ് റൂം പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ റീഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞത് ഇന്റർവ്യൂവേഴ്സിനും അതുപോലെ തന്നെ ഇന്റർവ്യൂവിംഗ് പാനൽസിനും ഈ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഈ മീൽസ്, ചില കാൻഡിഡേറ്റ് ഒക്കെ വളരെ ദൂരത്തു നിന്ന് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടതായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മീൽസിന്റെ അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഈ തടസ്സമുണ്ടല്ലേ, ഒരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്. ആരൊക്കെ തമ്മിലാണ്, ഇന്റർവ്യൂവറും ഇന്റർവ്യൂവിയും തമ്മിൽ അല്ലെ, കാൻഡിഡേറ്റും അതുപോലെ തന്നെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളും തമ്മിലൊരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ഡെസ്ക്, അതുപോലെ ടേബിള്, അതുപോലെയുള്ള കാര്യങ്ങളെയാണ് സൈക്കോളജിക്കൽ ബാരിയർ ആയിട്ട് പറയുന്നത്. അതുപോലെ ഇന്റർവ്യൂ നടക്കുമ്പോൾ നോയ്സ് ഒന്നും പാടില്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും പാടില്ല. ഇനി എന്താ പറയുക, നെക്സ്റ്റ് പോയിന്റ് 5th വൺ പറഞ്ഞത് not too much the information regarding the company and the condition of employment should have the എന്താണ് കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെ, എല്ലാ ഇൻഫർമേഷനും ഇന്റർവ്യൂ സമയത്ത് കാൻഡിഡേറ്റ്സിനോട് പറയാനായിട്ട് പാടില്ല. ആഫ്റ്റർ ദി പ്രൊഫഷണൽ ഓഫർ, ആ പ്രൊഫഷണൽ ഓഫർ കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. കാൻഡിഡേറ്റിന് കമ്പനി കൊടുക്കുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പകർന്നു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാൻഡിഡേറ്റിനെ അറിയിക്കണം. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒബ്ജക്ഷനോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് വരെ അല്ലെ, ആ സ്റ്റേജ് കൺക്ലൂഷൻ എന്താണ് ഇന്റർവ്യൂ കഴിയുന്ന സമയത്ത് വരെ എന്തെങ്കിലും അതിനെപ്പറ്റി അല്ലെങ്കിൽ ആ വേളകളിൽ ആ സമയങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം, കാൻഡിഡേറ്റിനെ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റിന്റെ ആക്ച്വൽ ആയിട്ടുള്ളതും ആന്റിസിപ്പേറ്റഡ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഫോളോ അപ്പ് സ്റ്റഡിയിലൂടെ അറിയാൻ പറ്റും.
അതുപോലെ ഈ ഫോളോ അപ്പ് സ്റ്റഡിയിലൂടെ ഓർഗനൈസേഷന് കാൻഡിഡേറ്റിന്റെ സെലക്ഷൻ പ്രോസസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ അവരുടെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ, 7 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? 7 പോയിന്റ് ക്ലിയർ അല്ലേ? ഞാൻ പാരഗ്രാഫ് നോക്കാം നമുക്ക്. When the planning into an interview, it is the it is the important that the people who will be conducting it are well informed on the job position and the procedure they should follow. എന്താണ് ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മള് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഇന്റർവ്യൂവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇന്റർവ്യൂയിങ് പാനൽസ് ആയിരിക്കാം അല്ലെ. അവർക്ക് ചിലപ്പോ ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ചില ആളുകൾക്ക് എന്താണ് ചിലപ്പോ അങ്ങനെയുള്ള കഴിവ് ഉണ്ടാവില്ല. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്ന ആളുകൾക്ക്, ഇന്റർവ്യൂവേഴ്സിനായാലും അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ചിലപ്പോൾ ഇന്റർവ്യൂ പാനൽസ് ആവാം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെയുള്ള ഇന്റർവ്യൂ നടത്താൻ തക്ക രീതിയിലുള്ള കഴിവുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം. മാനേജർ ആൻഡ് ടേം ലീഡർ എന്നാണ് കേട്ടോ. ടേം ലീഡർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടീം ലീഡർ എന്നാക്കണേ. ടീം ലീഡർ. The manager and team leader should be continuously trained regarding the interviewing skills that are required for conducting an interview properly. ഈ ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോ മാനേജേഴ്സിനായാലും ടീം ലീഡർക്കായാലും അങ്ങനെയുള്ള സ്കില്ല് ഉണ്ടാവണമെന്നില്ല അല്ലെ. അങ്ങനെയുള്ള സ്കില്ല് അവരുടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാനേജർക്കും അതുപോലെ തന്നെ ടീം ലീഡർക്കും എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രാക്ടീസ്, ആ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, ട്രെയിനിങ്ങുകൾ അവർക്ക് നൽകുക. ഇനി എന്താണ്? The provisions mentioned under this text, race and disability discrimination and should be completely followed by each interviewer. ഇനി നമ്മള് പല ആളുകളും ഇന്റർവ്യൂസിന് വരാം അല്ലെ. പല ആളുകൾ വരാം, പല കാൻഡിഡേറ്റുകൾ വരാം. സെക്സിന്റെ പേരില്, അതുപോലെ തന്നെ റേസിന്റെ പേരില്, അതുപോലെ ഡിസബിലിറ്റിയുടെ പേരിലൊന്നും അവരെന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻ ചെയ്യാനായിട്ട് പാടില്ല. പ്രിജുഡൈസ് ബിഹേവിയർ ഓർ പ്രിജുഡൈസ് ജഡ്ജ്മെന്റ്. പ്രിജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിജുഡൈസ് എന്താണ് മീനിങ്? മുൻവിധി അല്ലെങ്കിൽ മുൻധാരണ. ഓക്കെ, prejudice
behavior or prejudice, judgment of any kinds must be fully avoided and eliminated from the interview and the following discussions. അപ്പൊ നമ്മൾ പറഞ്ഞു മുൻധാരണകൾ അല്ലെങ്കിൽ മുൻവിധിയോട് കൂടിയിട്ട് ആളുകളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ എനി indirect remark reflecting any kinds of racism should be avoided at the all cost. Okay, the reasons behind the selecting or rejecting any candidate should be recorded after the interview has been conducted. Rejection of the candidate should be made excessively on the basis of his or she incapable for performing the job. Decisions on selecting candidates should not be based on racism, sexism and disability. അതിൽ പറയുന്നത് നമ്മളിപ്പോ സെക്സ് അതുപോലെ റേസ് ഡിസബിലിറ്റിയുടെ നോക്കിയിട്ട് ഡിസബിലിറ്റിയുടെ അടിസ്ഥാനത്തിലൊന്നും ആളുകളെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മുൻവിധിയോട് കൂടിയിട്ട് ആളുകളെ ഈ ഇന്റർവ്യൂവിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റേസിസം അല്ലെ റേസിസത്തിലൊന്നും ആളുകളെ എലിമിനേറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ആളുകളെ റിജക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂവിൽ നിന്ന് റിജക്ട് ചെയ്യാം. എങ്ങനെയെല്ലാം റിജക്ട് ചെയ്യാൻ പറ്റും നമുക്ക്? ആ ഇൻകാപ്പബിൾ ആണ് ആ കാൻഡിഡേറ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവന് കഴിവില്ല, ആ ജോബ് ചെയ്യാനായിട്ട് കഴിവില്ല എന്ന് തോന്നി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇന്റർവ്യൂവിൽ നിന്ന് അവനെ റിജക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതർവൈസ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാം? അതർവൈസ് ആക്സെപ്റ്റബിൾ ആക്കണം. ഓക്കെ, എന്തെങ്കിലും റേസിന്റെ പേരിലോ അതുപോലെ തന്നെ സെക്സിന്റെ പേരിലോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുടെ പേരിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്? അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, next, handling applicants ethically is another important aspect to consider when planning and implementing the റിക്രൂട്ടിംഗ് പ്രോഗ്രാം. അപ്പോൾ റിക്രൂട്ടിംഗ് പ്രോഗ്രാമിന് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുമ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഒരു റിക്രൂട്ടിംഗ് പ്രോഗ്രാമിന് നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ അല്ലെ അത് പ്ലാൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുമ്പോഴും പരിഗണിക്കേണ്ട ഒരു വശം ആണ് ഇത് കാൻഡിഡേറ്റിലെ എത്തിക്കലി മാനേജ് ചെയ്യുക എന്നതാണ്. പരിഗണിക്കേണ്ട ഒരു വശം എന്താണ് കാൻഡിഡേറ്റിനെ എത്തിക്കലി മാനേജ് ചെയ്യുക എന്നുള്ള ഫാക്ടറാണ്. It is the right to candidate to be treated. എന്ത് ചെയ്യണം? കാൻഡിഡേറ്റിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കാം. Which includes receiving prompt response and being informed the result of their application. എന്ത് കൊടുക്കണം? അവരെ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ റെസ്പോൺസ് കൊടുക്കാം. ഇപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അവരെ അറിയിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. There is a limit to how many interviews the interviewer can conduct in a day out losing enthusiasm and energy. Enthusiasm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് ഉത്സാഹം അതുപോലെ എനർജി അല്ലെ. ഇപ്പോ ഒരു വ്യക്തി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്താണ്? നല്ല ഉത്സാഹത്തോട് കൂടിയിട്ടും നല്ല എനർജി ആയിട്ടുമാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെ. ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികള് അല്ലെങ്കിൽ ഒടിഞ്ഞു തൂങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വിക്കി പറയുകയാണെങ്കിലൊക്കെ എന്താണ് അത് ഒരു നമുക്ക് തന്നെ അത് കാൻഡിഡേറ്റ് വരുമ്പോ എന്താണ് ആ ഓർഗനൈസേഷനോട് തന്നെ എന്താണ് നമുക്കൊരു ഒന്നും തോന്നില്ല അല്ലെ. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നല്ലതാണ് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നത് നല്ലതാണ് തോന്നോ? അങ്ങനെ ഇല്ല. അപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകള് നല്ല ഉത്സാഹത്തോട് കൂടിയിട്ട് അതുപോലെ നല്ല എനർജിയോട് കൂടിയിട്ട് വേണം പെർഫോം ചെയ്യാനായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആള്. ഓക്കെ, ഇനി എന്താണ്? മാക്സിമം ഓഫ് 8 ബ്രീഫ് ലോ സ്ട്രെസ് ഹാഫ് അവർ ഇന്റർവ്യൂ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ ഡേ. അപ്പൊ ഒരു ഡേയില് 8
എയ്റ്റ് ഇന്റർവ്യൂസ് മാത്രം അയാളുടെ എനർജിയോ അല്ലെങ്കിൽ ഉത്സാഹമോ ഒക്കെ നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ഒരാള് വീണ്ടും വീണ്ടും അല്ലെ ഒരു കുറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്താണ് അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അയാളുടെ എനർജി ലോസ്റ്റ് ആവാം, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ഉത്സാഹം ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ഒക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും, പിന്നീട് അത് എന്തായാലും അത് താഴ്ന്നു പോകാനായിട്ട് ഇടവരും അല്ലെ, ലോസ് ആയി പോകുന്നുണ്ട്. അപ്പോ ഒരാളുടെ മാക്സിമം എന്ന് പറയുന്നത് 8 ആളുകളെ ഒരു ദിവസം ഇന്റർവ്യൂ എടുക്കുക എന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇന്റർവ്യൂവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എനർജിയും അതുപോലെ തന്നെ എന്തൂസിയാസം ഉത്സാഹവും ലോസ് ആയി പോകാതെ തന്നെ ഇന്റർവ്യൂ എടുക്കുക. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് സെലക്ഷൻ ഇന്റർവ്യൂ. നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതിനെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഡൂസ്, ചെയ്യേണ്ട കാര്യങ്ങളാണ് കൊടുക്കുന്നത്. While preparing for an interview, a person should follow the following points. ഇനി എന്തൊക്കെയാണ് ആ പേഴ്സൺ ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ കാൻഡിഡേറ്റുകൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ എന്താണ്? ഡു ഹോംവർക്ക്. ഫസ്റ്റ് പോയിന്റ് ആണ് ഡു ഹോംവർക്ക്. The HR manager, like those candidates who know about the company and the job positions they are applying for. Okay, HR managers എന്തായിരിക്കും ഇഷ്ടം? Those like candidate who know about the company. കമ്പനിയെ കുറിച്ച് അറിയുന്നത് അല്ലെ, കാൻഡിഡേറ്റിന് നമ്മളെ കമ്പനിയെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ജോബിലേക്ക് അല്ലെങ്കിൽ എന്ത് പൊസിഷനിലേക്കാണ് കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ അറിവ് കാൻഡിഡേറ്റിന് ഉണ്ടാകുന്നത് HR മാനേജർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ. ഓക്കെ, ഇനി എന്താണ്? ഫോർ ദിസ് കാൻഡിഡേറ്റ് ഹാവ് to gain knowledge about the company. ഇനി എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എന്തൊക്കെയാണ് അവൻ അറിഞ്ഞിരിക്കേണ്ടത്? കമ്പനിയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതുപോലെ സക്സസ് മൈൽ സ്റ്റോൺസ് അല്ലെ, നാഴികക്കല്ലുകള്, കമ്പനിയുടെ നാഴികക്കല്ലുകള്, അതുപോലെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനെ കുറിച്ച്, ടാർഗറ്റ് മാർക്കറ്റ് അല്ലെ, ലക്ഷ്യവിപണികളെ കുറിച്ചൊക്കെ അവന് അറിവുണ്ടാവുന്നത് കമ്പനിയിലെ HR മാനേജർക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അവനെ തെരഞ്ഞെടുക്കാനായിട്ട് ആ കാര്യങ്ങളൊക്കെ അവനെ ആ കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. എന്താ ഫസ്റ്റ് മനസ്സിലായോ? ഡു ഹോംവർക്ക് എന്താ പറയുന്നത്? കാൻഡിഡേറ്റിന് കമ്പനിയെ കുറിച്ചുള്ള, അവൻ ഇന്റർവ്യൂവിന് പോകുന്ന ആ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അവിടെ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അവൻ ചിലപ്പോൾ ഈ HR മാനേജേഴ്സ് ഈ കമ്പനിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ഉത്തരം പറയുകയാണെങ്കിൽ എന്താണ്, ഇവന് കമ്പനിയെ കുറിച്ച് അറിയാം, കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നാഴികക്കല്ലുകൾ എങ്ങനെയാണ്, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന എന്താണ് വിപണി മാർക്കറ്റുകളെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവന് അറിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് എന്താണ് സന്തോഷമുള്ള കാര്യമാണ് അല്ലെ HR മാനേജേഴ്സിന്. ഓക്കെ, അതാണ് ഡു ഹോംവർക്ക് ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാൻഡിഡേറ്റ് പോകുന്ന ഏത് കമ്പനിയിലേക്കാണോ കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് പോകുന്നത് ആ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവന് അറിഞ്ഞിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? Arrive early for the interview. The candidates should arrive before the allotted time of interview. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലേ ഇത്ര ടൈമിൽ എത്തണം പറഞ്ഞിട്ടുണ്ടാവും. ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ 10 മണിക്ക് എത്തണം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഇനി ചിലപ്പോ ഒരു കാൻഡിഡേറ്റ് വന്നത് 10:30 ആണെങ്കിലോ എന്താ സംഭവിക്കാം? അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള ഒരു മനോഭാവം എന്തായിരിക്കും? പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും?
വൈകി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് അങ്ങനെയാണോ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ്? അല്ല, പറഞ്ഞിരിക്കുന്ന കൃത്യസമയത്തിനുള്ളിൽ അല്ലെ, കൃത്യസമയത്തിനുള്ളിൽ അതിന് മുൻപായിട്ട് തന്നെ അല്ലെ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. നെഗറ്റീവ് ഇമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെരി ഗുഡ്. നോക്കാം. The candidate should arrive before the allotted time interview. This will demonstrate their commitment to the work. If the candidate does not arrive on time, it shows that he or she is not trustworthy and further make a bad impression on the interviewers. Islayo. ഓക്കെ, ഇന്റർവ്യൂവിന് കാൻഡിഡേറ്റ് കറക്റ്റ് ടൈമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും, ഈ ജോലിയില് അല്ലെങ്കിൽ ആ ജോലി വേണം എന്ന ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ, കമ്മിറ്റ്മെന്റ് ടു ദ വർക്ക് അറിയാനായിട്ട് പറ്റും കാൻഡിഡേറ്റിന്. അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റ് വൈകി എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഇവൻ വിശ്വസിക്കാൻ പറ്റില്ല. ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കാൻ അല്ലെ, വിശ്വസ്തൻ, അങ്ങനെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റില് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട്, ആർക്ക്? ഇന്റർവ്യൂവേഴ്സിന് ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ടൈമില്, ഓൺ ടൈമില്, അതുപോലെ തന്നെ ഇത്തിരി മുൻപും പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാം. പറഞ്ഞിരിക്കുന്ന ടൈമിന് കുറച്ചു മുൻപും എത്തണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് arrive early for the interview. Candidate should arrive before the okay, നമ്മൾ പറഞ്ഞതാണല്ലേ, സോറി. ഇനി നെക്സ്റ്റ് ആണ് തേർഡ് വൺ ആണ് bring notes along to calm nervous. The interview can bring his or her notes to calm down nervousness. This often reflects that the candidate is serious about the job interview and has done his homework. നമ്മള് ഇപ്പോ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂവിനൊക്കെ അവരെന്താണ്, എന്തൊക്കെയാ കൊണ്ടുപോവാ? ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുപോകും അല്ലെ, ചാർട്ടുകൾ കൊണ്ടുപോകും, മോഡൽസ് ഒക്കെ കൊണ്ടുപോകും അല്ലെ. ഇതിനു വേണ്ടിയിട്ടായിരിക്കാം. അവർക്ക് അതൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ആപ്സുകളാണ് അല്ലെ. അവർക്ക് ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ അത് നോക്കി വായിക്കാം, ഒരു സപ്പോർട്ടിങ് ആണ്. അപ്പൊ കൂടുതൽ പേടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് നോക്കി വായിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും അല്ലെ. അതുപോലെ തന്നെ പേടിയൊക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഇല്ലേ? ഒരു സപ്പോർട്ടിങ് എയ്ഡ്സ് നമ്മളെ കയ്യിലിരിക്കുമ്പോ അതുപോലെ തന്നെയാണ് ഇന്റർവ്യൂവിന് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള നോട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യില്, ഇപ്പോ ഡെമോ ക്ലാസ് ഒക്കെ എടുക്കാൻ പറയുകയാണെങ്കിൽ വെറുതെ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പപ്പം പഠിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഈ ടീച്ചിങ് നോട്ട്സ്, ടീച്ചിങ് എയ്ഡ്സുകള്, അതുപോലെ എന്താണ് മോഡൽസുകള്, അതുപോലെ ചാർട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കി വാങ്ങിച്ച് കോൺഫിഡൻസ് ആയിട്ട് അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. അതാണ് അവിടെ പറയുന്നത് bring notes along to calm nervous. അപ്പൊ നമുക്ക് പേടി കുറയും. നമ്മുടെ ഒരു നോട്ട് കയ്യിലുണ്ട്, അപ്പൊ അതിൽ നോക്കി ഒന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും അല്ലെ. ഓക്കെ, അങ്ങനെ പേടി കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് ക്ലാസ് എടുക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? bring notes along to calm nervous. ഇനി നെക്സ്റ്റ് ആണ് offer a firm handshake. The interviewee must offer a firm handshake as it reflects enthusiasm, confidence and positivity. എന്ത് ചെയ്യണം? നമ്മള് ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഇന്റർവ്യൂവിന് കയറുമ്പോൾ എന്ത് ചെയ്യാ? ആ ഇന്റർവ്യൂവർ ആയിട്ടൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക. കാൻഡിഡേറ്റും ഇന്റർവ്യൂവറും തമ്മിലൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക. ഇതെന്തിനെ ചെയ്യുന്നുണ്ട്? ഇതൊരു ഇന്തൂസിയാസം അല്ലെ. ഇന്തൂസിയാസം, അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് അല്ലെ, പോസിറ്റിവിറ്റി ഒക്കെ ഈ കാൻഡിഡേറ്റിനെ കുറിച്ച് അവർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക ഫേമും, അതുപോലെ തന്നെ ഇന്റർവ്യൂവറും ഇന്റർവ്യൂവുമായിട്ട് കയറി ചെല്ലുമ്പോൾ ആ ഇന്റർവ്യൂവിൽ കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം? അവിടെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഹാൻഡ് ഷേക്ക് പ്രൊവൈഡ് ചെയ്യാം, ഷേക്ക് ഹാൻഡ് പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താണ്? The firm handshake is often considered a good start of a successful interview. ഇതെന്തിനെ
എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നല്ല രീതിയിലുള്ളൊരു സ്റ്റാർട്ട് അല്ലെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ല രീതിയിലുള്ള സ്റ്റാർട്ടിംഗ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. As many HR managers take the hiring decision 2 minutes of the interview. ഇത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു നല്ല രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു ഇവനെ തിരഞ്ഞെടുക്കണോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2 minutes ഡിസിഷൻ എടുക്കുന്നുണ്ട് HR മാനേജേഴ്സ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫർ എ ഫൺ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞാല് ഈ കാൻഡിഡേറ്റ് കയറി ചെല്ലുമ്പോൾ ഇന്റർവ്യൂവറുമായിട്ടൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. അതൊരു ഇന്തൂസിയാസം, അതുപോലെ കോൺഫിഡൻസ്, പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. ദ കാൻഡിഡേറ്റ് മസ്റ്റ് മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് കോൺഫിഡൻസ്. ഇനി കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, ആ സുപ്പീരിയറിറ്റി ആൻഡ് കോൺഫിഡൻസ് തമ്മിലുള്ള ആ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആര്? കാൻഡിഡേറ്റുകള്. He should be willing to learn new things rather than showing superiority of knowing everything. അപ്പൊ എന്താണ്, നമ്മള് ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് ഒരു ജോബിലേക്ക് കയറി ചെല്ലുമ്പോ അല്ലെ, ജോബ് വേക്കൻസി അല്ലെങ്കിൽ ജോബ് പൊസിഷനിലോട്ട് കയറി ചെല്ലുമ്പോ അവനെന്താ പഠിക്കേണ്ടത്? കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് ലേൺ ചെയ്യാനായിട്ട് പഠിക്കും അല്ലെ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങും അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മളൊരു ജോബിലോട്ട് എൻ്റർ ആവുമ്പോൾ ഇല്ലേ, കുറെ കാര്യങ്ങൾ നമ്മൾ പലരുമായിട്ട് അടുത്തിടുമ്പോഴും നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും ഇല്ലേ, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ സുപ്പീരിയറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രധാന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ വലിയ ആളാണ്, എനിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാം തികഞ്ഞ ആളാണ്, അങ്ങനെയാണോ വിചാരിക്കുക? അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ കുറെ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, അതാണ് സുപ്പീരിയറിറ്റി ആൻഡ് കോൺഫിഡൻസുമായിട്ടുള്ള ഡിഫറൻസ്. HR managers do not like this kinds of attitude as they do not want to their employees is to be arrogant. Arrogant എന്ന് പറഞ്ഞാല് അഹങ്കാരി, and unwilling to learn organizational processes and code of conducts. Code of conducts എന്ന് പറഞ്ഞാല് പെരുമാറ്റച്ചട്ടം. എന്ത് ചെയ്യണം? അഹങ്കാരിയായിട്ട് HR മാനേജേഴ്സ് എന്താണ്, ഇങ്ങനെയുള്ള അഹങ്കാരം പിടിച്ച അഹങ്കാരികളായിട്ടുള്ള എംപ്ലോയീസിനെ, അതുപോലെ തന്നെ അൺവില്ലിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഒന്നും ഇഷ്ടപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള എംപ്ലോയീസിനെ ഒന്നും ഇഷ്ടപ്പെടാനായിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനായിട്ടും, അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ HR മാനേജേഴ്സ്, നമ്മുടെ മേലധികാരികൾക്ക് അതൊന്നും ഇഷ്ടമാവില്ല. ചിലപ്പോൾ നമ്മുടെ ജോബ് തന്നെ പോവാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? Take time to answer questions. Most of the people begin to formulate an answer in their minds before the speaker has even completed his questions. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ, ആ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ചിലവര് ആൻസർ പറയും ഇല്ലേ? ചില കാൻഡിഡേറ്റ്സ് അങ്ങനെ ഉണ്ടാവും, ആൻസർ പറയും. ക്വസ്റ്റ്യൻ ചോദിച്ച് അത് പൂർത്തിയാക്കുന്നതിന് മുൻപ്, ചിലപ്പോ ചോദിച്ചു തീർന്നിട്ടുണ്ടാവില്ല, അതിനു മുൻപ് ചിലവര് ആൻസർ പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, this should be strictly avoided in an interview. ഇതെന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്റർവ്യൂവില്. Instead, the interviewee should take some time to answer the questions by
attentively listening to the complete question. അപ്പൊ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഈ ഇന്റർവ്യൂവി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അത് കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തി, അത് ലിസൺ ചെയ്ത് അത് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആൻസർ കൊടുക്കാനായിട്ട് പാടുള്ളൂ. Also, if the answer to the question is not known, one should be honest about it. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്താ പറയാ? അറിയില്ല എന്ന് പറയണം. ഓക്കെ, സത്യസന്ധമായിട്ട് ആൻസർ പറയാം. എനിക്ക് അറിയില്ല സാറേ എന്നുള്ളത് പറയാം. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മള് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ആൻസർ പറയാനായിട്ട് പാടുള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ആൻസർ പറയാം. ക്ലിയർ ആയോ? ഇനി എന്താ നെക്സ്റ്റ് ആണ് highlight your success. Interviewee must highlight their set of successful tasks that displays their success. However, such tasks should be related to the job post they are applying for. ഇനി നമ്മള് ഇപ്പോ കാൻഡിഡേറ്റിന് പല അച്ചീവ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും. എന്തിന് അച്ചീവ്മെന്റ്സ്? നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മുടെ കാൻഡിഡേറ്റിന്റെ അച്ചീവ്മെന്റ്സ് നമ്മൾ പറയണം എന്നാ പറയുന്നത്. ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഇന്റർവ്യൂ നടത്തുമ്പോൾ അത് പറയണം. ഓക്കെ, ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ. നെക്സ്റ്റ്, സ്പീക്ക് വിത്ത് enthusiasm. Often the HR manager wants to assess how enthusiastic the candidate is. Thus, the interviewee must speak with the enthusiasm and positively. If the candidate sounds low and dull, it will not make a good impression on the interviewer, even if he or she has answered all the questions. എന്ത് ചെയ്യണം? നമ്മള് ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ ഉത്സാഹത്തോടു കൂടിയിട്ടും പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം അല്ലെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡള്ളായിട്ട് ഒന്നും അറിയില്ല, അവശതയായിട്ടൊക്കെ അല്ലെങ്കിൽ സൗണ്ട് ലോ ആയിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്റർവ്യൂവർക്ക് എന്ത് ഇമേജ് ഉണ്ടാവും? ബാഡ് ഇംപ്രഷൻ അല്ലേ? ഓക്കെ, അതുണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ഓക്കെ ആണോ? ഇത്രയും വരെ ഇന്ന് മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്റർവ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഓക്കെ, എന്തൊക്കെയാണ് പഠിച്ചത്? ഡു ഹോംവർക്ക്, അറൈവ് ഏർലി ഫോർ ഇന്റർവ്യൂ, കറക്റ്റ് ടൈമിൽ എത്താം. അതുപോലെ തന്നെ ബ്രിങ് നോട്ട്സ് അലോങ് വിത്ത് കാം ആൻഡ് നെർവസ്. എന്താണ്? നമ്മുടെ കയ്യിൽ നമ്മുടെ പഠിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെയൊക്കെ ആൻസർ പറയാനായിട്ട് പറ്റും. ഇനി എന്താണ്? ഫേം ഹാൻഡ് ഷേക്ക്, നല്ല രീതിയിൽ ഹാൻഡ് ഷേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ഇന്റർവ്യൂവറുമായിട്ട് നല്ല രീതിയിലൂടെ ഹാൻഡ് ഷേക്ക് കൊടുത്തുകൊണ്ട് തുടങ്ങാം. അപ്പൊ അതെന്തിനെ ബാധിക്കുന്നത്? എന്തിനെയാണ് അത് കാണിക്കുന്നത്? enthusiasm, കോൺഫിഡൻസ്, ഒരു പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കോൺഫിഡൻസ് ആയിട്ട് അല്ലെ, നമ്മള് കോൺഫിഡന്റ് അല്ലെങ്കിൽ സുപ്പീരിയറിറ്റിയുടെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഞാൻ വലിയ ആളാണെന്ന നിലയിൽ വലിയ ഭാവത്തോടു കൂടി അഹങ്കാരത്തോടു കൂടിയിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ HR മാനേജർക്ക് എന്താണ്? അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും ഇഷ്ടമാകില്ല, അത് ജോലിയിൽ പോവാൻ വരെ സാധ്യതയുണ്ട്. ഇനി എന്താണ്? ടൈം ടേക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ചോദിച്ച് അത് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ആൻസർ പറയാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ സക്സസ്ഫുൾ നമ്മുടെ അച്ചീവ്മെന്റ്സ്, ജോബിന്റെ റിലേറ്റ് ചെയ്യപ്പെട്ട അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്റർവ്യൂ ടൈമിൽ പറയാം. അതുപോലെ തന്നെ സ്പീക്ക് enthusiasm, നല്ല രീതിയിൽ ഉത്സാഹത്തോടും കൂടി പോസിറ്റീവ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ.
അത് അതർവൈസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ലോ ആയിട്ടും അതുപോലെ ഡൾ ആയിട്ടും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് സാധ്യതയില്ല. ആണോ? ഓക്കെ ആണോ? ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.